പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത. ജീവിതത്തിൽ ഏതെങ്കിലും അത്യാഹിതങ്ങൾ നേരിട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അത്യാഹിതങ്ങളൊക്കെ നമുക്ക് നേരിടാം. ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആകാം, ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണമാകാം, ചിലപ്പോൾ സാമ്പത്തികമായ നഷ്ടമാകാം, ബിസിനസ്സിലുണ്ടാകുന്ന പരാജയമാകാം, ഡിവോഴ്സ് ആകാം, പെട്ടെന്നുള്ള അസുഖങ്ങളാകാം. ഇങ്ങനെ വിവിധ രീതിയിലുള്ള അത്യാഹിതങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേരിടാം. ഇതിനെ ട്രോമ എന്ന് പറയുന്നത്. ട്രോമ നനച്ചിരിക്കാത്ത നാഴികയിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അത്യാഹിതങ്ങൾ. ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ നമുക്ക് നേരിടുമ്പോൾ ഇതിനെ ഫേസ് ചെയ്യുവാനായിട്ട് പലപ്പോഴും നമ്മൾ തയ്യാറല്ല. നേരത്തെ ഇതൊക്കെ ഉണ്ടാകും എന്നറിഞ്ഞതായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ നമ്മൾ ഒരുക്കമുള്ളവരായിരുന്നേനെ. എന്നാൽ അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. ഒരു ട്രോമയിൽ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മാനസികമായിട്ട് നമുക്കതിനെ നേരിടുവാനുള്ള ഒരുക്കമില്ല. അപ്പോൾ പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? പെട്ടെന്നുള്ള സാഹചര്യങ്ങളെ നേരിടുവാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ പല രീതിയിലുള്ള പ്രതിരോധ തന്ത്രങ്ങൾ നമ്മുടെ മനസ്സ് ഉണ്ടാക്കും. ചില ആളുകൾ ഈ ബ്ലഡ് കാണുന്നുടനെ, രക്തം കാണുന്നുടനെ മയങ്ങി വീഴും. അതെന്തുകൊണ്ടാണ്? ഈ ബ്ലഡിനെ, രക്തത്തെ കാണാനായിട്ടുള്ള മനസ്സിൻ്റെ ഒരുക്കമോ കെൽപ്പോ ഇല്ല. അപ്പോൾ അതിനെ കാണാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് തന്നെ നമുക്കൊരു പ്രതിരോധ തന്ത്രം തരികയാണ്. നീ മയങ്ങി വീണുകൊള്ളുക, അപ്പോൾ അതിനെ കാണണ്ട. അപ്പോൾ നമുക്ക് നേരിടുവാനായിട്ട് ഡിഫിക്കൽട്ടായിട്ട്, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന രംഗങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള പല പ്രതിരോധ തന്ത്രങ്ങൾ നമ്മൾ അറിയാതെ തന്നെ മെനഞ്ഞെടുക്കും. പെട്ടെന്നുള്ള ഒരു അത്യാഹിതം ജീവിതത്തിൽ സംഭവിച്ചാൽ ചില ആളുകൾക്ക് ഓർമ്മയങ്ങ് നഷ്ടപ്പെടും. ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അനുഭവം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും റീലിവ് ചെയ്യുവാനും സാധിക്കത്തുള്ളൂ. ഓർമ്മയില്ലെങ്കിൽ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മുടെ ഓർമ്മ നമുക്ക് നഷ്ടപ്പെടും.
അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഓർമ്മ നഷ്ടപ്പെടുന്നത് ഒരു ചെറിയ മനസ്സിൻ്റെ തന്ത്രമാണ്. കാരണം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നീ ഇനി ഓർത്ത് കൂടുതൽ ബുദ്ധിമുട്ടണ്ട എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു രീതി പറഞ്ഞാൽ ഇതൊരു പ്രതിരോധ തന്ത്രമാണ്. ഈ വസ്തുതകളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരണ്ടാൽ ഓർമ്മ അങ്ങ് നഷ്ടപ്പെട്ടാൽ മതിയല്ലോ. മറ്റു ചില ആളുകളിൽ ഇതുപോലെയുള്ള ട്രോമ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള റിയാക്ഷൻസ് അവരിൽ ഉണ്ടാകും. ചില ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടും. രാത്രിയിൽ അവർക്ക് കിടന്ന് ഉറങ്ങാനൊക്കത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും, ഉറങ്ങാനൊക്കെയില്ല. ചില ആളുകളിലാണെങ്കിൽ നൈറ്റ് മെയർ ഉണ്ടാകും, ദുസ്വപ്നങ്ങൾ അവർ കണ്ടുകൊണ്ട് കിടക്കും. ചില ആളുകളിൽ ഒരു സൈക്കോളജിക്കൽ വാൾ അല്ലെ ഒരു ഭിത്തി അവരുടെ മനസ്സിൽ ഇങ്ങനെ മനയും. ഏതെങ്കിലും സമയത്ത് ഈ ഓർമ്മകൾ മനസ്സിലോട്ട് വരാൻ തുടങ്ങുമ്പോൾ ഈ ഭിത്തി അവരറിയാതെ ആ ഓർമ്മകളെ അങ്ങ് തടഞ്ഞ് നിർത്തും. അപ്പോൾ തൽക്കാലത്തേക്ക് അവർ സുരക്ഷിതരാണ്. മറ്റു ചില ആളുകൾ ഇത് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് തിരിയും, ചില ആളുകൾ ഡ്രഗ്സിലേക്ക് തിരിയും, ചില ആളുകൾ ഇൻ്റർനെറ്റിലേക്ക് അങ്ങ് വഴുതി വീഴും. അങ്ങനെ പലതിൻ്റെയും അഡിക്റ്റായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് മാറാം. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു ഫെലോഷിപ്പ് കൂട്ടായ്മ ഉടനെ ആഗ്രഹിക്കുകയില്ല. അവർക്ക് തനിയെ ഇരിക്കാനാണ് പലപ്പോഴും അവരുടെ ആഗ്രഹം. എപ്പോഴൊക്കെ ഈ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ അതിനെ പ്രതിരോധിച്ച് ആ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ കണ്ടെത്തും. ഇതുപോലെ തന്നെ മറ്റ് ചില അവോയ്ഡൻസ് നമ്മുടെ മനസ്സ് സ്വീകരിക്കും. ഇപ്പോൾ ഒരു സംഭവം നടന്നത് ഓഗസ്റ്റ് 10 ആണെങ്കിൽ ആ ഓഗസ്റ്റ് 10 എന്നുള്ള ദിവസം മനസ്സിലോട്ട് ഓർക്കാതിരിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കും ചില ആളുകൾ. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ലൈംഗികമായിട്ടുള്ള ചില അബ്യൂസുകൾ, ചൂഷണങ്ങളൊക്കെ നേരിട്ടിരിക്കും. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രോമ, വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറും. അങ്ങനെയുള്ളവർ തന്നെ നശിപ്പിച്ച ആ വ്യക്തിയുടെ മുഖം മറ്റാരിലെങ്കിലും കണ്ടാൽ പെട്ടെന്ന് പഴയ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലോട്ട് വരും. അവർ ധരിച്ചിരുന്ന ഡ്രസ്സിൻ്റെ നിറം, ആ നിറമുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് ഈ ഓർമ്മകൾ മനസ്സിലേക്ക് വരും. അവർക്ക് അത്യാഹിതമുണ്ടായ ആ സ്ഥലം നിവർത്തിയുള്ളിടത്തോളം അതിലേ കൂടെ പോകാനായിട്ട് അവർ ആഗ്രഹിക്കത്തില്ല. അത് അവോയ്ഡ് ചെയ്ത് മറ്റൊരിടത്തൂടെ മാറിപ്പോകും. ഈ പലപ്പോഴും ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ പല ഘടകങ്ങൾ മുഖാന്തരമായി തീരും. അതിനെ ട്രിഗേഴ്സ് എന്നാണ് പറയുന്നത്. ട്രിഗേഴ്സ് ഏതെങ്കിലും രീതിയിൽ ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ആ സ്ഥലത്ത് കൂടെ പോയാൽ ആ സ്ഥലം ഒരു ട്രിഗറായിട്ട് മാറും. തന്നെ ഉപദ്രവിച്ച വ്യക്തിയുടെ നിറമുള്ള ഡ്രസ്സ് മറ്റൊരാൾ ധരിച്ചിരിക്കുന്നത് കണ്ടാൽ അതൊരു ട്രിഗറായിട്ട് മാറും. സ്മെല്ല്, മണം ഒരു ട്രിഗറായിട്ട് മാറും. സാഹചര്യങ്ങൾ ഒരു ട്രിഗറായിട്ട് മാറും. അപ്പം നിവൃത്തിയുള്ളിടത്തോളം ഈ ട്രിഗർ നമ്മുടെ ജീവിതത്തിൽ ഈ ഓർമ്മകളെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാതിരിപ്പാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. നിവൃത്തിയുള്ളിടത്തോളം ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുവാനായിട്ട് നമ്മൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ചിന്തിക്കും.
ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ഹൈപ്പർ വിജിലൻ്റ് ആകും. ഹൈപ്പർ വിജിലൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഏതെങ്കിലും ഒരു ശബ്ദമോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു അനുഭവമോ ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ ഓവർ റിയാക്റ്റ് ചെയ്യും. ഞാൻ ഓർക്കുന്നു, സുനാമി ഉണ്ടായ സമയത്ത് എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ആ സുനാമി പ്രദേശങ്ങൾ ഞാൻ സന്ദർശിച്ചു. സുനാമി ബാധിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് സെഷൻസൊക്കെ നടത്തി. ആ സമയത്ത് ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, ഫാദറെ, ഈ കടലിൽ എപ്പോഴും ഇരമ്പൽ ശബ്ദമുണ്ടാകും, കാറ്റടിക്കുമ്പോൾ വല്ലാത്ത ഇരമ്പൽ ചിലപ്പോൾ ഉണ്ടാകും, ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു എന്നും അതൊക്കെ കേട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ ഇരമ്പൽ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിൽ പെട്ടെന്നൊരു ആധി ഉണ്ടാകുക, അവർ ഹൈപ്പർ വിജിലൻ്റ് ആകുക. അന്നത്തെ സംഭവത്തെ വീണ്ടും അനുസ്മരിപ്പിക്കത്തക്കവണ്ണം നിസ്സാരമായൊരു സംഗതി ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മളെ കൂടുതൽ കൂടുതൽ ഉത്തേജിപ്പിക്കും, പ്രചോദിപ്പിക്കും. അപ്പം നമ്മൾ കൂടുതൽ റിയാക്റ്റീവായിട്ട് മാറും. ഈ മോഷണം നടന്ന വീടുകളിലൊക്കെ, മോഷണമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു അത്യാഹിതമാണ്. അപ്പോൾ അവിടുത്തെ വീട്ടുകാരൊക്കെ പിന്നെ വളരെ ഹൈപ്പർ വിജിലൻ്റ് ആകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ എവിടെയെങ്കിലും കതകിന് ഇങ്ങനെ ഒരു മുട്ടുന്ന ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ചാടി എണീക്കും. ആരും മുട്ടിയതൊന്നും ആയിരിക്കുകയില്ല, കാറ്റടിച്ചുണ്ടാകുന്ന ശബ്ദമാകാം. പക്ഷേ ഇത് മുട്ടലിൻ്റെ ശബ്ദം പോലെ നമുക്ക് തോന്നും. ചില ആളുകൾ തലാണ കീഴേൽ എന്തെങ്കിലും ആയുധങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് കിടക്കും. പിച്ചാത്തിയോ കടാരയോ തോക്കോ ഇങ്ങനെയൊക്കെയുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് കിടക്കും. ഇതൊക്കെ ആ പഴയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇപ്പോഴത്തെ ചില മാർഗങ്ങളാണ്. നിസ്സാര സംഗതികൾ, നിസ്സാരമായിട്ടുള്ള ചില ട്രിഗേഴ്സ് ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് ട്രിഗേർഡാകും, നമ്മൾ പെട്ടെന്ന് ഹൈപ്പർ വിജിലൻ്റ് ആകും, അതീവ ജാഗ്രതയുള്ളവരായിട്ട് മാറും. അതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന സംഗതികളാണ്. അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ ഭക്ഷണത്തെ ബാധിക്കും, നമ്മുടെ നോർമൽ ലൈഫിനെ ബാധിക്കും. ഈ അത്യാഹിതമുണ്ടായിട്ടുള്ള പല ആളുകളും അവർ ഒരുപാട് ആങ്സൈറ്റി തുടർന്ന് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അവരിങ്ങനെ ചിന്തിച്ച് വളരെ ആങ്ഷ്യസ് ആകും. ചില ആളുകൾ ഡിപ്രഷനിലേക്ക് പോകും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾ ശാരീരികമായും മാനസികമായും ഒക്കെ നമുക്ക് ഉണ്ടാകും. എന്നാൽ ഈ അത്യാഹിതം എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കാനും ഒക്കെയില്ല ഇതിനെ നേരിടുവാൻ. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിഞ്ഞു മാറാനായിട്ടോ അവോയ്ഡ് ചെയ്യാനായിട്ടോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെയോ അതിനെ ക്രമേണ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് നേരിടാൻ സാധിക്കുന്നത്? നേരിട്ടാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു കൗൺസിലറുടെ സഹായം ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഒരു കൗൺസിലറുടെ സന്നിധിയിൽ ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ക്രമേണ കൊണ്ടുവരുവാനായിട്ട് ഈ കൗൺസിലർ നമ്മളെ സഹായിക്കും.
ഈ ഓർമ്മകൾ ക്രമേണ കൊണ്ടുവരുമ്പോൾ സുരക്ഷിതമായ ഒരു സാഹചര്യമാണ് ആ കൗൺസിലറും നിങ്ങളും കൂടെ ഒരുമിച്ച് അവിടെ ഒരുക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഈ ഓർമ്മകൾ കൊണ്ടുവന്നാൽ മാനസികമായിട്ട് ചിലപ്പം വീണ്ടും കൂടുതൽ തകർന്നു പോയി എന്ന് വരാം. അതുകൊണ്ട് കൗൺസിലർ ക്രമേണ ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഹായിക്കും. ഈ ഓർമ്മകളുമായി ബന്ധിച്ചുള്ള നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് പലതും കാണും. ചിലപ്പോൾ ഭയമാകാം, ചിലപ്പോൾ ദേഷ്യമാകാം, ചിലപ്പോൾ സങ്കടമാകാം. പല രീതിയിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണും. ചിലപ്പോൾ നമ്മുടെ ആങ്സൈറ്റി ആകാം, ചിലപ്പോൾ ടെൻഷനാകാം. എന്തു തന്നെ നെഗറ്റീവ് ഫീലിങ്സ് ആയാലും ആ ഫീലിങ്സ് നമ്മൾ വെന്റിലേറ്റ് ചെയ്യണം. ആ ഫീലിങ്സിനെ നമ്മൾ വെളിയിൽ കൊണ്ടുവന്ന് അത് പ്രകടിപ്പിക്കണം. നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് വെളിയിൽ കൊണ്ടുവന്ന് നമ്മൾ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം കിട്ടും. ഒരിക്കലും നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ ഒതുക്കി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന നെഗറ്റീവ് ഫീലിങ്സ് അതേ രീതിയിൽ അവിടെ ഇരിക്കത്തില്ല. അത് വെളിയിൽ വരും. വെളിയിൽ വരുമ്പോൾ ഒതുക്കി വെച്ച ഫീലിംഗായിട്ടല്ല വെളിയിൽ വരുന്നത്, മറ്റൊരു ഭാവത്തിലായിരിക്കും ചിലപ്പോൾ അത് വെളിയിൽ വരുന്നത്. നമ്മുടെ ദേഷ്യം വളരെ നാളുകൾ ഉള്ളിൽ നമ്മൾ ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ അത് വെളിയിൽ വരുന്നത് ചിലപ്പോൾ ഡിപ്രഷനായിട്ടാണ്. സപ്രസ്ഡ് ആംഗർ കംസ് ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഡിപ്രഷൻ. ദേഷ്യം പ്രകടിപ്പിക്കേണ്ട സമയത്ത് അത് പ്രകടിപ്പിക്കണം. അത് ആരോഗ്യപരമായ രീതിയിൽ വേണം പ്രകടിപ്പിക്കുവാൻ. മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കത്തക്ക രീതിയിൽ, സാധനങ്ങൾ നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരിക്കലും നമ്മുടെ ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കരുത്. ദേഷ്യം സപ്രസ് ചെയ്യരുത്. അത് ആരോഗ്യപരമായ രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമുക്കുണ്ടാകുന്ന ദുഃഖഭാവങ്ങൾ, ഈ ദുഃഖഭാവം ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യരുത്. അത് നമ്മൾ ഷെയർ ചെയ്യണം, അത് എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ ഭയം അത് അടക്കി വയ്ക്കരുത്. അത് നമ്മൾ പ്രകടിപ്പിക്കണം, എക്സ്പ്രസ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു ട്രോമയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ഫീലിങ്സ് ഒരു കൗൺസിലറുടെ സഹായത്തോടു കൂടെ അത് നമുക്ക് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആ ഫീലിങ്സ് എല്ലാം വെളിയിൽ കൊണ്ടുവന്ന് എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു വലിയ മാറ്റം നമ്മളിൽ വന്നു തുടങ്ങും. അതുമാത്രമല്ല, ഈ ഓർമ്മകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീലിവിങ്, വീണ്ടും അത് നമ്മുടെ ഒരു അനുഭവമാക്കി മാറ്റിക്കഴിയുമ്പോൾ ആ ഓർമ്മകളുമായുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യും, അത് റിസോൾവ് ചെയ്യും, അതിനെ രൂപാന്തരപ്പെടുത്തും. ആ ഓർമ്മകൾക്ക് മാറ്റമുണ്ടാക്കും. ആ ഓർമ്മകളുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ചിന്തയിൽ മാറ്റമുണ്ടാക്കും. അപ്പോഴാണ് ഈ ഓർമ്മകൾ ഇനിയും വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല രീതിയിൽ ബിസിനസ് നടത്തിയിരുന്ന ഒരാൾ ബിസിനസ്സിൽ പെട്ടെന്ന് തകർന്നു പോയി കഴിഞ്ഞ ഉടനെ മനസ്സിൽ പറയും, എൻ്റെ എല്ലാം തകർന്നു, ഞാൻ തീർന്നു, ഇനി എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല, ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടമായി, ഞാൻ ഒരു പരാജയമായിപ്പോയി. അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ദേഷ്യം കാണും,
സങ്കടം കാണും, ഭയം കാണും, ദുഃഖം കാണും, ഇതെല്ലാം മനസ്സിൽ കാണും. അത് നമ്മൾ ആരോഗ്യപരമായ രീതിയിൽ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് സാധിക്കും. ബിസിനസ് പരാജയപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഞാൻ ഒരു പരാജയം അല്ല. ബിസിനസ്സിൽ ഇങ്ങനെ വിജയവും തോൽവിയൊക്കെ ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ ഞാൻ പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു പരാജയമല്ല. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ ഇനിയും പരിശ്രമിക്കാൻ സാധിക്കും. അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിലൊരു മാറ്റമുണ്ടാക്കി. ഞാൻ തീർന്നു, എല്ലാം തകർന്നു, ഞാൻ പരാജയപ്പെട്ടു, ജീവിതം തന്നെ തീർന്നു. ഈ ചിന്തയിൽ നിന്ന് മാറിയിട്ട് തകർച്ചയുണ്ടായപ്പോൾ അതിൻ്റേതായ ഒരു ദുഃഖം എനിക്കുണ്ട്, അത് തീർച്ചയാണ്, അത് നമ്മൾ പ്രകടിപ്പിക്കണം. എന്നാൽ അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നില്ല, ഞാനൊരു പരാജയമല്ല. ഈ ഒരു വസ്തുത അവർ ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് അവരുടെ ബൗദ്ധിക തലത്തിൽ, ചിന്താതലങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാകും. ചിന്താതലങ്ങളിലുണ്ടാകുന്ന ഈ മാറ്റമാണ് നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. മനോഭാവത്തിലുണ്ടാകുന്ന ഈ മാറ്റമാണ് വീണ്ടും നമുക്ക് പ്രചോദനം തന്ന് നമ്മെ മുന്നോട്ട് പോകാനായിട്ട് കെൽപ്പുള്ളവരാക്കി തീർക്കുന്നത്. അപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും എവിടെയും സംഭവിക്കാവുന്നതാണ്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതോടുകൂടി എൻ്റെ എല്ലാം തകർന്നു എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നഷ്ടം നഷ്ടം തന്നെയാണ്. എന്നാൽ ജീവിതം മുഴുവനും നഷ്ടമായി പോയിട്ടില്ല. അതിനെ വീണ്ടെടുപ്പാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് യേശു ക്രിസ്തു തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് തന്നിട്ടുള്ള മുന്നറിയിപ്പ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ട്രോമയോടുകൂടെ, ഒരു കഠിന പ്രതിസന്ധിയോടുകൂടെ നിൻ്റെ ജീവിതം തീരാനുള്ളതല്ല. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വരികിൽ ഈ ട്രോമയെ ഫേസ് ചെയ്യുവാനായിട്ട് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ട്രോമയിൽ നിങ്ങൾ വേദനപ്പെടുമ്പോൾ നിങ്ങളോടൊത്ത് വേദനിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങൾക്കുള്ളത്. തൻ്റെ ജീവിതത്തിലൂടെ ഈ ട്രോമ ഒരുപാട് അനുഭവിച്ച ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് കടന്നു പോകാത്ത ഒരു വഴിയിലൂടെയും കടന്നു പോകുവാൻ അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് മുൻപായിട്ട് അനുഭവിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വേദന എന്താണെന്നുള്ളത് ആ കർത്താവിന് അറിയാം. അതറിയുന്ന കർത്താവാണ് നമ്മളോട് കൂടെ ഇരുന്ന് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്. നമുക്ക് നേരിടുന്നതായിട്ടുള്ള വല്ലാത്ത പ്രതിസന്ധിയുടെ മധ്യേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പ്രതിസന്ധികളെ നേരിട്ട ഈ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ ആ കർത്താവ് ഉണ്ടെന്ന് വരികിൽ ആ കർത്താവുമായിട്ട് ഞാൻ എൻ്റെ പ്രതിസന്ധികളെ ഒന്ന് ഷെയർ ചെയ്യണം. ഈ പ്രതിസന്ധികളെ നിങ്ങൾ കർത്താവിനോടൊത്തൊന്ന് ഷെയർ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസം അവിടെ ഉണ്ടാകും. ഒരു ഷെയറിങ്ങിൻ്റെ ഒരു ഇഫക്റ്റ് അവിടെ ഉണ്ടാകും. നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഈ ഭാരങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് മനസ്സിൽ നമ്മൾ ഒതുക്കി വയ്ക്കാതെ നമ്മുടെ കർത്താവുമായിട്ട് നമ്മളെ ഷെയർ ചെയ്യണം. പ്രാർത്ഥനയിലൂടെ അവനോട് ഇത് നമുക്ക് പങ്കിടണം. എൻ്റെ മനോഭാവത്തിൽ എനിക്കൊരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ
നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിരുന്ന ആ ബലമൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടി. നിങ്ങൾ ബലവാന്മാരായിട്ട് തീരും. ജീവിതത്തെ നേരിടുവാൻ തക്കവണ്ണം നിങ്ങൾ കെൽപ്പുള്ളവരായിട്ട് തീരും. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിവൃത്തിയുള്ളിടത്തോളം ഏതെങ്കിലും ട്രോമായോ നനച്ചിരിക്കാത്ത നാഴികയിലുള്ള പ്രതിസന്ധികളോ കഠിനമായ വേദനകളോ അനുഭവങ്ങളോ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഒരിക്കലും അത് മനസ്സിൽ ഒതുക്കി വയ്ക്കരുത്. ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ദൈവത്തോടിത് പങ്കിടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആരോടെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ വെളിയിൽ വരും. ഇത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസമുണ്ടാകും. അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊത്ത് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം, ഒന്ന് പങ്കിടണം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ അതിജീവിപ്പാനുള്ള വലിയൊരു കെൽപ്പ് കിട്ടും. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ട്രോമ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ പ്രതിസന്ധികൾ ഉണ്ടാകാത്ത ആരുമില്ല. നിങ്ങൾ ഏകരല്ല ഈ ലോകത്തിൽ കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല ഇതുണ്ടാകുന്നത്, ലോകത്തിൽ സകല മനുഷ്യർക്കും ഇതുണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ നമ്മൾ നേരിടും? നിനക്ക് സ്വയം നേരിടുവാൻ പ്രയാസം വരുമ്പോൾ ദൈവത്തോടു കൂടി അത് നേരിടുവാൻ സാധിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ സഹചാരികളോടൊത്ത് കൂട്ടുകാരോടൊത്ത് പങ്കിട്ട് അതിനെ നേരിടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ഒരു നഷ്ടമല്ല, ഒരു പരാജയമല്ല. ഈ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ബലം പ്രാപിച്ച് പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.